കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ സിനിമകളിൽ ഏറ്റവും ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു കൊച്ചു ഗ്രാമവും ഇവിടുത്തെ കുറേ സ്ഥലങ്ങളും തന്നെയായിരിക്കും. മുരുക്കൻ്റെ ബിൽഡിങ്ങും മുരുക്കൻ തറവാടും അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള കുറേ കൊച്ചു കൊച്ചു കടകളും. അപ്പോൾ ഇതൊക്കെ സിനിമയുടെ ഭംഗി കൂട്ടാൻ വേണ്ടി വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലും നസീർ സാറും മമ്മൂക്കയും ജയറാമും അങ്ങനെ ഒട്ടനവധി നടന്മാരാണ് കുട്ടനാട്ടിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ വന്ന് സിനിമ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഇവിടുത്തെ ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ സ്ഥലം നിങ്ങൾക്കെല്ലാം ഭയങ്കര പരിചിതമായിരിക്കും, കാരണം ഇത് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളതാണ്. ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദിരാത്രിയിൽ ബിജു മേനോൻ ചേട്ടൻ നടന്നു പോകുന്ന ഒരു വഴിയായത്. വെനീസിലെ വ്യാപാരിയിൽ സലീം കുമാർ ചേട്ടനെ കാണുമ്പോൾ ഇതേ കമലഹാസനൻ പേർഷ്യയിൽ നിന്ന് വന്നതെന്ന് പറയുന്ന ഒരു രംഗമൊക്കെ അത് ഈ ഒരു സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ കട ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കട, ഇപ്പം അടച്ചിട്ടേക്കുവാണ്. പക്ഷേ അതായത് നമ്മുടെ ആമേൻ സിനിമയിൽ ഇന്ദ്രജിത്ത് വന്നിറങ്ങുന്ന കുമരംഗിരിയെയും സോളമനെയും ലൂയിപ്പാപ്പനെയും എല്ലാം രക്ഷിക്കാനായിട്ട് നമ്മുടെ ഈ കുമരംഗിരിയിലേക്ക് എത്തുന്ന ആ രംഗത്ത് ആദ്യമായിട്ട് വന്ന് സോഡ കുടിക്കുന്ന ഒരു നാരങ്ങാ സോഡ എന്നൊക്കെയാണ് പറയുന്നത്. ആ കട ഇതാണ്, ഇവിടെ നിന്നാണ് ആ തുടങ്ങുന്നത്.